2010 ന്യൂഡൽഹി, ഇന്ത്യ. അന്നത്തെ ദിവസം കാർ റൈഡ് എന്ന ആപ്പിൽ തന്റെ ആദ്യത്തെ കസ്റ്റമറെ പിക്ക് ചെയ്യാനായി അയാളുടെ കാറിനുള്ളിൽ ഇരുന്ന് കപിൽ കാത്തിരിക്കുകയായിരുന്നു. അടുത്തിടെ അയാൾ പോയിക്കൊണ്ടിരുന്ന ജോലിയിൽ നിന്നും അയാളെ പുറത്താക്കി. മറ്റു മാർഗമില്ലാതെ പണം അത്യാവശ്യമായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മുഴുവനും ആ കാർ എടുത്തുകൊണ്ടുപോയി മറ്റു പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടിരുന്നു. എന്നാൽ എവിടെ നിന്നും ഒരു കസ്റ്റമർ പോലും കിട്ടിയില്ല. ഇങ്ങനെ രാത്രി ഒരുപാട് സമയമായി. ആവശ്യമില്ലാതെ പെട്രോൾ കളയുകയാണ്. ഇനി ആരും വരില്ല, വീട്ടിലേക്ക് പോകാമെന്ന് അയാളുടെ ഫോണിലുള്ള ആ കാർ റൈഡ് ആപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നു. കറക്റ്റ് ആ ഒരു സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ ഇപ്പോഴുള്ള ആ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം മാറിയുള്ള ഒരു കാട് ഭാഗത്ത് ആ ഒരു ഏരിയയിൽ ഒരു ലേഡിയെ പിക്ക് ചെയ്യണമെന്നായിരുന്നു റിക്വസ്റ്റ് വന്നത്. കപിലിന് ആ ഏരിയ കണ്ട ഉടനെ എന്തുപോലെ തോന്നി. എന്നാൽ മറ്റു മാർഗമില്ല. തീർച്ചയായും ഇപ്പോൾ പണം ആവശ്യമാണ്. അതുകൊണ്ട് ആ റൈഡ് അയാൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ റൈഡ് അക്സെപ്റ്റ് ചെയ്ത് അയാളുടെ കാർ എടുത്തുകൊണ്ട് പോയ അയാൾക്ക് അടുത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള വളരെ ത്രില്ലിംഗ് ആയ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ആ റൈഡ് അക്സെപ്റ്റ് ചെയ്ത് ആ പെൺകുട്ടിയുടെ ലൊക്കേഷനിൽ GPS കാണിക്കുന്ന വഴി നോക്കി തൻ്റെ കാർ ഓടിക്കാൻ തുടങ്ങി കപിൽ. അങ്ങനെ പോകെ അത് ആൾ സഞ്ചാരം കുറവുള്ള, പറഞ്ഞു വന്നാൽ ആൾ സഞ്ചാരമേ ഇല്ലാത്ത ഒരു കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. അത് രാത്രി സമയമായതുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ട് ചുറ്റും നോക്കി പോയിക്കൊണ്ടിരുന്നു. ചില മിനിറ്റ് അങ്ങനെ നോക്കി പോയപ്പോൾ അയാളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ദൂരത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ അയാൾക്ക് കണ്ടു. ഒരുപക്ഷെ ഈ പെൺകുട്ടി ആയിരിക്കും എന്ന് കരുതി ആ കാർ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ കാർ അടുത്തേക്ക് പോകുന്തോറും ആ പെൺകുട്ടി വളരെ ദൂരെ പോകുന്നത് പോലെ തോന്നി. ഇപ്പോൾ യഥാർത്ഥ പിക്കപ്പ് സ്പോട്ടിൽ നിന്ന് കുറച്ചു ദൂരം ഇങ്ങനെ മാറി വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് ആ പെൺകുട്ടിയുടെ വളരെ അടുത്ത് കപിൽ അവൻ്റെ കാർ ഓടിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ കപിൽ അവൻ്റെ ഫോണിലുള്ള ആപ്പിൽ കാണിച്ച ആ ഫോട്ടോയും ഇപ്പോൾ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയും സെയിം ആണോ എന്ന് നോക്കുന്നു. അതിനുശേഷം അയാൾക്ക് അടുത്തുള്ള പാസഞ്ചർ സീറ്റിന്റെ വിൻഡോ ഗ്ലാസ് താഴേക്ക് ഇറക്കി നിങ്ങളുടെ പേരാണോ സിയ എന്ന് ചോദിച്ചു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി ഇപ്പോൾ നിന്നു. അവളുടെ മുഖം കാണാൻ തന്നെ വളരെ കുഴപ്പം നിറഞ്ഞ, വളരെ ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിലാണെന്ന പോലെ തോന്നി. കപിൽ ചോദിച്ച ആ ചോദ്യത്തിന് ഞാനാണ് സിയ എന്ന രീതിയിൽ അവളുടെ തല മാത്രം എസ് എന്ന രീതിയിൽ തലയാട്ടി. ഇപ്പോൾ കപിലും ശരി വന്നോളൂ, അകത്തേക്ക് ഇരുന്നോളൂ എന്ന് കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്തു. ആ പെൺകുട്ടിയും കാറിന്റെ ഡോർ വളരെ പതുക്കെ തുറന്ന് കാറിന്റെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നു. കപിലും സുഖമാണോ എന്ന് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങി. എന്നാൽ സിയ അതിന് യാതൊരു മറുപടിയും പറയാതെ നേരെ റോഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ അവളുടെ കൈ വെച്ച് അവളുടെ കഴുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവളുടെ വസ്ത്രം മുഴുവനും എന്തൊക്കെയോ തിരയാൻ തുടങ്ങി. എന്നിട്ട് അവസാനം അവൾ സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഞാൻ എൻ്റെ ഫോൺ മിസ് ചെയ്തു, എൻ്റെ ബാഗും കാണാനില്ല എന്ന് വളരെ പതുക്കെ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ പെൺകുട്ടി സിയ കാർ ഓടിച്ചുകൊണ്ടിരുന്ന കപിലിനെ നോക്കി ഞാൻ കാറ് ബുക്ക് ചെയ്തതുപോലെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ കപിൽ അവൻ്റെ മൊബൈലിലുള്ള കാർ റൈഡ് എന്ന ആപ്പിലുള്ള അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് അപ്പോൾ ഇത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അതിന് സിയ ഇല്ലില്ല ഇത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. കൂടാതെ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനിപ്പോൾ എവിടെയാണ് എന്ന് പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കപിലും ഈ സ്ഥലത്ത് നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞത് വീട്ടിലേക്ക് പോകാൻ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചതാണ്, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട കപിലിന് എന്തോ ഒരു സംശയം കൂടാൻ തുടങ്ങി. സിയയുടെ കണ്ണുകൾ മുഴുവനും ചുവന്നിരിക്കുന്നത് പോലെ അയാൾ കണ്ടു. തീർച്ചയായും ഈ പെൺകുട്ടി മദ്യപിച്ചിട്ടുണ്ട് എന്ന് കരുതി. തൻ്റെ ആദ്യത്തെ റൈഡ് ഇങ്ങനെയാണോ? ഈ പെൺകുട്ടി കാറിൽ തന്നെ മയങ്ങി വീണാൽ താൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് കാറിലെ വാട്ടർ ബോട്ടിലെടുത്ത് ഇതാ ആദ്യം കുറച്ച് വെള്ളം കുടിക്കെന്ന് സിയയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇപ്പോൾ സിയ ആ വാട്ടർ ബോട്ടിൽ കണ്ട ഉടനെ വളരെ ഞെട്ടി എന്ന് നിലവിളിച്ചുകൊണ്ട് ആ വാട്ടർ ബോട്ടിൽ തട്ടി മാറ്റി. ഇപ്പോൾ ഇതെല്ലാം കണ്ട കപിലിന് തീർച്ചയായും ഇവിടെ എന്തോ തെറ്റായി സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ സിയയും ക്ഷമിക്കണം, ഞാൻ എന്തുകൊണ്ട് തട്ടിമാറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല, തീർച്ചയായും എനിക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കപിൽ തൻ്റെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇടക്കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. സത്യത്തിൽ സിയ തട്ടിമാറ്റിയ ആ വാട്ടർ ബോട്ടിൽ അവളുടെ കാലിനടിയിലാണ് വീണത്. അതെടുക്കാനായി അവൾ കുനിഞ്ഞ് ആ വാട്ടർ ബോട്ടിൽ എടുത്തു. അപ്പോഴാണ് കപിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടി സിയയുടെ 2 കാലുകളും അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞായിരുന്നു ഇരുന്നത്. ഇത് കണ്ട ഉടനെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന കപിലിന് കാറിന്റെ കൺട്രോൾ തന്നെ മിസ്സായി. അത്രത്തോളം അയാൾ ഭയന്നുപോയി. ഇത് കണ്ടതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലായത് ഇപ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു പെൺകുട്ടി ഒരു ഭൂട്ടാണ് എന്ന്.
നോർത്ത് ഇന്ത്യയിൽ ബൂട്ട് എന്നത് റീസെന്റായി മരിച്ചവരുടെ ആത്മാക്കളെയാണ് ബൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ബൂട്ടിന്റെ കാലുകളാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കുക. മാത്രമല്ല അതിന്റെ കാലുകൾ ഭൂമിയെ തൊടില്ല, ചെറുതായൊന്ന് പൊങ്ങി പറന്നുകൊണ്ടിരിക്കും. കൂടാതെ ആ ബൂട്ടിന് വെള്ളം ഭയമാണ്. തീർച്ചയായും ഈ പെൺകുട്ടി ചില മണിക്കൂറിന് മുൻപ് മരിച്ച പെൺകുട്ടിയായിരിക്കണം. അതുകൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചു എന്നതുപോലും ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നില്ല. അതറിയാത്തൊരു കുഴപ്പത്തിലാണ് അവളെന്ന് മനസ്സിലായി. പക്ഷേ അവളത് അറിയുന്നതിന് മുൻപ് അവളിൽ നിന്നും താൻ രക്ഷപ്പെടണം. അവളെ എങ്ങനെയെങ്കിലും കാറിൽ നിന്നും പുറത്തേക്ക് അയക്കണം എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ കപിൽ തന്റെ ഒരു കൈ സ്റ്റിയറിംഗിൽ വെച്ചിട്ട് മറ്റൊരു കൈ അവൻ അടുത്ത് താഴെ വെച്ചിരിക്കുന്ന വെള്ളം കുപ്പിക്ക് അടുത്തായി കൊണ്ടുപോയി. അങ്ങനെ ആ വാട്ടർ ബോട്ടിലിന്റെ അടപ്പ് പതുക്കെ തുറന്ന് അതിനെ അടുത്തിരുന്ന ആ പെൺകുട്ടി നോക്കാതെ തുറക്കാൻ തുടങ്ങി. ഇങ്ങനെ കപിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിയ അവളുടെ കഴുത്ത് അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവൾക്ക് മുൻപിലുണ്ടായിരുന്ന കണ്ണാടി താഴ്ത്തി അവളുടെ മുഖം നോക്കി. ഈ സമയത്ത് അവളുടെ കഴുത്ത് കണ്ട ഉടനെ അവൾ നിലവിളിക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ കപിൽ അവളുടെ കഴുത്ത് നോക്കുന്നു. ഇപ്പോൾ കഴുത്ത് മുഴുവനും നീല നിറത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് സിയയുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ കറുത്ത നിറത്തിലേക്ക് മാറാൻ തുടങ്ങി. വളരെ ദേഷ്യത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ കപിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് അതിലെ വെള്ളം അങ്ങനെ അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. ഉടൻ തന്നെ അവളുടെ മുഖം ഉരുകി താഴേക്ക് വീഴാൻ തുടങ്ങി. അതേസമയം അവൾ നിലവിളിക്കാനും തുടങ്ങി. അടുത്ത ചില സെക്കൻഡിൽ ആ പാസഞ്ചർ സീറ്റിൽ ആ പെൺകുട്ടിയില്ല. അവിടെ നിന്നും എവിടെയോ മറഞ്ഞുപോയി. കപിലിന് അപ്പോഴാണ് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. അയാളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങി. അത് അയാളെ കൊണ്ട് തന്നെ കേൾക്കാൻ സാധിച്ചു. ഇനി ഈ കാർ റൈഡ് ആപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അയാൾ തന്നെ ചിന്തിച്ചു. സ്റ്റിയറിംഗിലുള്ള അയാളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാർ അയാൾ വീണ്ടും ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ റോഡിൽ അയാൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഉടൻ തന്നെ ആ മാപ്പിൽ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി മാർക്ക് ചെയ്ത് അതിലെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ റിയർ വ്യൂ മിററിലൂടെ എന്തോ വെളിച്ചം കാണാൻ തുടങ്ങി. അത് പുറകിലൂടെ വരുന്ന മറ്റൊരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ആയിരുന്നു. ആരാണ് ഇങ്ങനെ നമ്മുടെ കാറിന്റെ അടുത്ത് ഇങ്ങനെ പിന്തുടർന്ന് വരുന്നത് എന്ന് അയാളുടെ കാർ വീണ്ടും വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും ആ ലൈറ്റിന്റെ വെളിച്ചം വളരെ അധികമായി തന്നെ അയാൾക്ക് കണ്ടു. ഇപ്പോൾ കപിൽ തന്റെ കാർ ഓടിച്ചുകൊണ്ട് ആ റിയർ വ്യൂ മിററിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് മാറ്റി വെക്കുന്നു. അങ്ങനെ താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മിററിൽ അയാൾക്ക് കണ്ടത് കറുത്ത 2 കണ്ണുകളുള്ള വളരെ ഘോരമായ മുഖമാണ്. അയാളെ തന്നെ ദേഷ്യത്തിൽ നോക്കുന്നത് പോലെയായിരുന്നു. കപിലിന്റെ കാറിന് പുറകിൽ ലൈറ്റ് അടിച്ചുകൊണ്ടുവന്ന ആ വെഹിക്കിളിന്റെ ഡ്രൈവർ പിന്നീടുള്ള കാലത്ത് പറഞ്ഞൊരു കാര്യം, റോഡ് അരികിലുണ്ടായിരുന്ന പോസ്റ്റിൽ കപിൽ ഓടിച്ചു കൊണ്ടുപോയ വണ്ടി ഇടിച്ച് കപിൽ ദാരുണമായ രീതിയിൽ മരിക്കുന്നതിന് മുൻപ് തന്റെ കാറിനുള്ളിൽ ഒരു ഘോരമായ രൂപം ഉണ്ടായിരുന്നുവെന്നും അതാണ് തന്നെ ഇങ്ങനെ ചെയ്തത് എന്നും കപിൽ പറഞ്ഞതായി അയാൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ അപകടമായ കപിലിന്റെ കാറിനുള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കപിലിന്റെ മരിച്ച ശരീരം മാത്രമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ചില കിലോമീറ്റേഴ്സ് മാറി കപിൽ സിയയെ എവിടെയാണോ പിക്ക് ചെയ്തത് അവിടെ സിയയുടെ മരിച്ച ശരീരം പോലീസ് കണ്ടെത്തി. അതിനാൽ രാത്രി സമയത്ത് കാർ ഓടിക്കുന്ന വ്യക്തികൾ ആരെ നിങ്ങളുടെ കാറിൽ ഇരുത്തുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചു നോക്കുക. അതൊരു പക്ഷേ ബൂട്ടായിരിക്കാം എന്നും പറയുന്നു. ഇതൊരു യഥാർത്ഥ കഥയല്ല, ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ്. അർബൻ ലെജൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ഓരോ നാടോടി കഥകൾ പറയുന്നത്, കെട്ടുകഥകൾ പറയുന്നത്, അതുപോലെ തന്നെ ഓരോ നാടിനും ആ നാടിനനുസരിച്ച് ഓരോ പ്രത്യേക കഥകൾ ഉണ്ടാകും, ഗോസ്റ്റ് സ്റ്റോറീസ് ഉണ്ടാകും. ഈ അടുത്ത് സെർബിയൻ ഡാൻസിംഗ് ലേഡി എന്നൊരു അർബൻ ലെജൻഡ് ഇന്റർനെറ്റിൽ ഫേമസ് ആയല്ലോ, വൈറലായല്ലോ. അതുപോലെയാണ് ഇതും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.